ഡയറ്റ് നോക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ചോറ് ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ചോറ് പോലെ തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരികയും അതേസമയം നമ്മുടെ വണ്ണവും വയറും വെയിറ്റും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഡിഷ് പരിചയപ്പെട്ടാലോ? ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു കുക്കറിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാക്കാം. അപ്പോൾ പ്രത്യേകം വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ പ്രമേഹ രോഗികൾക്കും ഇത് ധൈര്യമായിട്ട് കഴിക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു മില്ലറ്റാണിത്. ചാമ അരി അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് എന്നറിയപ്പെടുന്നത്. ഇത് നമുക്ക് കേരളത്തിൽ ഒരുമാതിരി എല്ലാ കടകളിലും അവൈലബിൾ ആണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇത് നമുക്കൊന്ന് 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ ബീൻസ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ മഷ്റൂം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു കുക്കറിലുണ്ടാക്കാം. അതല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ വഴറ്റിയിട്ട് പിന്നെ ചാമയരി വേവിച്ച് അതുമായിട്ട് മിക്സ് ചെയ്താലും മതി. ഇതാണല്ലോ കൂടുതൽ എളുപ്പം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട്, ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യ് അല്ലെങ്കിൽ ഏത് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതെടുക്കാം. അതിൽ കുറച്ച് ജീരകം പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ചേർത്തു. അപ്പോൾ വെളുത്തുള്ളി ചേർത്താൽ നമുക്ക് എന്തെങ്കിലും ഗ്യാസിൻ്റെ പ്രോബ്ലമോ ദഹിക്കാതെ വരുമോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് നല്ലതാണല്ലോ. പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും. അപ്പോൾ ഇത് ശരിക്കും അങ്ങനെ ബ്രൗൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒനിയൻ, മഷ്റൂം, അതുപോലെ ബീൻസ്, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചാമയരിയാണ് എടുത്തത്. അപ്പോൾ 1 കപ്പ് ചാമയരിക്ക് നമ്മൾ സാധാരണ ഒരു ചോറ് പോലെ കിട്ടേണ്ട പരുവത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്രൈഡ് റൈസ് പരുവത്തിൽ കിട്ടണമെങ്കിൽ ഒരു 2 കപ്പ് 2.25 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ ഞാനതൊരു കഞ്ഞിയായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഏകദേശം 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു 2 പേർക്ക് കഴിക്കാനാണെങ്കിൽ ഒരു 1/4 കപ്പ് ചാമയരിയുടെ ആവശ്യമുള്ളൂ. ഞാൻ അത്രയൊക്കെ എടുക്കാറുള്ളൂ. ഇന്നിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് 1 കപ്പ് എടുത്തത്. പിന്നെ നമുക്കതിനകത്തേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ അധികം ആകാതെ നോക്കണം, കാരണം അല്ലെങ്കിൽ പിന്നെ കഴിക്കും. ഉലുവ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനും അതുപോലെ വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ വരെ വേവിക്കാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെറുപയർ വേവിച്ചതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറുപയർ ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാതെ ഇരുന്നത്, ഇവിടെ കിട്ടുന്ന ചെറുപയർ ഒറ്റ വിസിലടിക്കുമ്പോഴേ ഇങ്ങനെ കുഴഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കൂടെ ചേർക്കാതിരുന്നത്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കാം.
അപ്പോൾ ഇതൊരു കഞ്ഞി പരുവമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പം നല്ലപോലെ നമുക്കൊരു കഞ്ഞിയുടെ പാകത്തിന് കിട്ടി. അപ്പോൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കിതിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്താണ് ഉപയോഗിച്ചത്. ഞങ്ങൾ വീട്ടിൽ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തേങ്ങ ചിരകിയത് ചേർത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മളൊരു കഞ്ഞി കുടിക്കുന്ന ഫീലിംഗ് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല ഫില്ലിങ്ങുമാണ്. അതുപോലെ വെയിറ്റ് ലോസിനും ഏറെ സഹായകരമായിട്ടുള്ള ഒരു ഡിഷാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.